അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൻ അബീ മാലികിൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി റസൂലുള്ളാഹ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്വഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വതംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ശുദ്ധി എന്നത് ഈമാനിന്റെ പകുതിയാണ്, വിശ്വാസത്തിന്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് മീസാനിനെ നിറക്കുന്നതാണ്. തുലാസിനെ നാളെ ആഖിറത്തിൽ തുലാസ് നിറക്കും. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നീ രണ്ടെണ്ണം ഒന്നിച്ചു ചൊല്ലിയാൽ ആകാശങ്ങൾക്കും ഭൂമിക്കിടയിലും ഉള്ളതിനെ നിറക്കുന്നതാണ്. അത്രയും പ്രതിഫലമുണ്ട്. അസ്വലാത്തു നൂറുൻ, നിസ്കാരം എന്നത് പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സദഖ എന്നത് ബുർഹാനാണ്, ഒരു തെളിവാണ്. നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോൾ സദഖ ചെയ്തവന് പ്രത്യേകം അടയാളമുണ്ടാവുമെന്നാണ്. ഇത് വിശ്വാസിയാണെന്നതിനുള്ള തെളിവാണ്. വസ്സബ്റു ളിയാ, ക്ഷമയെന്ന് പറയുന്നത് വെളിച്ചമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക, ഖുർആൻ നിനക്ക് ഹുജ്ജത്താണ്. ഔ അലൈക, അല്ലെങ്കിൽ നിനക്കെതിരെ തെളിവാണ്, നിനക്ക് അനുകൂലമാണ്, ചിലപ്പോൾ നിനക്കെതിരാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എല്ലാ മനുഷ്യരും പ്രഭാതത്തിൽ പുറപ്പെടുന്നു, എന്നിട്ടോ അവനവന്റെ ആത്മാവിനെ വിൽക്കുന്നു, അങ്ങനെ അതിനെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവൻ നശിപ്പിച്ചു കളയുന്നു, ആത്മാവിനെ. രണ്ടും ചെയ്യുന്നുണ്ട്. മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ള പറഞ്ഞു, അലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരട്ടെയോ, അലാമാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിങ്ങളുടെ തെറ്റുകൾ മായ്ച്ചു കളയുകയും വയുർഫഉ ബിഹിദ് ദറജാത്ത്, നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ. മഹാനായ റസൂലുള്ള ഇത് പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കേൾക്കുമ്പം പറയുന്നു, ബലാ യാ റസൂലല്ലാ, അതേ യാ റസൂലല്ലാ, പറഞ്ഞു തരൂ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹി, ഏത് ഘട്ടത്തിലും ഏത് വിഷമാവസ്ഥയിലും വുളൂ പൂർണ്ണമായി ചെയ്യുക. വകസറത്തുൽ ഖുത്താ ഇലൽ മസാജിദി, നിങ്ങളുടെ പള്ളികളിലേക്ക് പോകുന്ന സമയത്ത്, നിങ്ങൾ പള്ളികളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ധാരാളമായി നടന്നു പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാദസ്പർശനം വർദ്ധിപ്പിക്കുക. വന്തിളാറു സ്വലാത്തി, നിസ്കാരത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ബാദസ്വലാത്ത്, ഒരു നിസ്കാരത്തിന് ശേഷം വേറൊരു നിസ്കാരം ആവണ്ടിനോ എന്നുള്ള കോലത്തിൽ ആ ഒരു രീതിയിൽ പ്രതീക്ഷയോടുകൂടെ മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക. അള്ളാന്റെ റസൂല് പറയുന്നു, ഫദാലിക്കുമുർ റിബാത്ത്, ഒരു ഹദീസിൽ ഫദാലിക്കുമുർ റിബാത്ത് എന്ന് രണ്ടോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ രക്ഷാകവചം, ഇതാണ് നിങ്ങളുടെ കാവൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറയുന്നു, മൻ തവല്ല, ഒരുത്തൻ വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂ, അവന്റെ വുളൂവിനെ അവൻ നന്നാക്കി റെഡിക്കതിന്റെ സുന്നത്തുകളൊക്കെ എടുത്തു ചെയ്താൽ, ഖറജത്ത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, അവന്റെ നഖത്തിന്റെ ഉള്ളുന്നടക്കം ശരീരത്തിന്റെ സർവ്വ ഭാഗങ്ങളിലുള്ള പാവങ്ങളും അവനിൽ നിന്ന് പുറത്തു പോകും, അവനിൽ നിന്ന് മാപ്പാക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ചേറുകൾ, നഖത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ചേറുകൾ പുറപ്പെടുന്നത് പോലെ ശരിക്കും ശരീരത്തിലുള്ള എല്ലാ പാപങ്ങളും അവന്റെ ഒരൊറ്റ ഒരു വുളുവോടുകൂടെ, ആ വുളുവിനെ നന്നാക്കി ചെയ്താൽ ആ ഒരൊറ്റ വുളുവോടുകൂടെ പുറത്തേക്ക് പോകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ വുളൂ ചെയ്യാൻ, അതിൻ്റെ
സുന്നത്തുകൾ പാലിച്ച് അതിൻ്റെ ക്രമങ്ങൾ പാലിച്ച് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.